morning. കേൾക്കാമോ? Good morning, ma'am. Good morning, ma'am. Morning. ഇന്നലെ നിങ്ങളുടെ ആരൊക്കെ പുറത്തുണ്ടെന്ന് പറഞ്ഞില്ലേ? ഇവരെ കോണ്ടാക്ട് ചെയ്തിരുന്നോ? അപ്പൊ എങ്ങനെയുണ്ട്? ക്ലാസ്സിലല്ലേ പറഞ്ഞത്? അവരോട് ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ നിങ്ങൾ ഇന്നലെ? ചെയ്തിരുന്നല്ലേ? സേഫ് ആണ്. നിങ്ങൾ തിരിച്ചു പോകുന്നുണ്ടോ? വരുന്നുണ്ടോ അവിടെ? അത്തന്നെ കാണാം. നമ്മുടെ H24 ഒരു കുട്ടിയുണ്ട്, സീജ എന്ന പ്രിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേരും അബ്രോഡാണ്. രണ്ടുപേരും ഇങ്ങോട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. സംസാരിക്കാൻ അല്ലെങ്കിൽ മൈക്ക് ഓൺ ചെയ്ത് സംസാരിക്കാൻ പറ്റില്ല. കാരണം എന്താണ്, കുറച്ച് ദൂരെ തന്നെ ഇത് മിസൈലൊക്കെ വീഴുന്ന ശബ്ദം കേൾക്കാന്ന് പറയണം. ഏറ്റവും അടുത്ത് തന്നെയാണ് അവർക്ക് സംഭവങ്ങൾ നടക്കുന്നത്. പക്ഷെ ഇന്നലെ ക്ലാസ്സിൽ കയറിയ കുട്ടി ഇവിടത്തേക്കാൾ കുറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ക്ലിയർ ആയല്ലോ അല്ലെ? എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ആയിട്ടുണ്ട്. അതെ, കുറെ ആൾക്കാരുടെ പ്രാർത്ഥന ഉണ്ടാവും. അതുകൊണ്ടാണ്. കുറച്ച് പേര് ഒന്ന് കയറിയിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. സിനിമ അതെ, ചാർജിലൊന്നും കുഴപ്പമില്ല.
Yes, good morning to all. ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റംസ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. EHR EMR എടുത്തിരുന്നു, X1 ഉണ്ടായിരുന്നു, ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം ആണ് എടുത്തത് അല്ലെ, LMS. ഒരു പാരഗ്രാഫ് കൂടി ഉണ്ട്. ലിംസിൽ നടക്കുന്ന പ്രോസസ്സുകളാണ് ഇവിടെ ഈ ഒരു പിക്ചറിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ലിംസ് എന്ന സോഫ്റ്റ്വെയറിൽ നടക്കുന്ന പ്രൊസീജിയേഴ്സ് ആണ്. ലോഗിൻ ചെയ്യുന്നതും ജോബ് അസൈൻമെന്റുകൾ, ട്രാക്കിംഗ് പ്രോസസ്സ്, ഡാറ്റ എൻട്രി, ഡാറ്റ വാലിഡേഷൻ ആൻഡ് റിപ്പോർട്ടിംഗ് റിസൾട്ട്. അത് കഴിഞ്ഞാൽ നമ്മളെ സിസ്റ്റത്തിൽ നോക്കി. There is no useful definition of the term LIMS since it used to encompass the number of different laboratory informatic components. The spread and the depth of these components is greatly dependent on the LIMS implementation itself. All LIMS have a workflow component and some summary data management facilities, but beyond that, there are notable differences in functionality. Okay, so LIMS in ഒരു നിർവചനത്തെ കുറിച്ചിട്ടാണ് ഇവിടെ ഈ ഒരു പാരഗ്രാഫിൽ സൂചിപ്പിക്കുന്നത്. ഇതിന്റെ പ്രത്യേകമായ ഒരു ഡെഫിനേഷൻ പറയാനില്ല, കാരണം ലബോറട്ടറിയെ സംബന്ധിച്ചിടത്തോളം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വർക്കുകൾ നടക്കുന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് വർക്ക് ഫ്ലോസ് നടക്കുന്നത് കൊണ്ട് തന്നെ പല രീതിയിലുള്ള ഡാറ്റാസ് ആണ് നമ്മൾ ഇതിൽ കളക്ട് ചെയ്യുന്നത്. അതിനാൽ തന്നെ എന്താണ് ഇതിന് പ്രത്യേകമായ ഡെഫിനേഷൻസ് കൊണ്ട് നമുക്ക് അതിനെ പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല, കാരണം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസ് ഇവിടെ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡാറ്റാസ് ആണ് ഈ ഒരു സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഫങ്ഷൻസിൽ, അതായത് ഫങ്ഷനിൽ കുറച്ച് തരത്തിലുള്ള ഡിഫറൻസസുകൾ മാത്രമാണ്. അതായത് പ്രവർത്തിക്കുമ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ പറഞ്ഞു ലബോറട്ടറി ഡാറ്റാസ് ആണ് കൈകാര്യം ചെയ്യുന്നത്. ഡാറ്റാസിലേക്കുള്ള വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഡാറ്റാസ് ആണ് ഈ ഒരു സിസ്റ്റം കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, അതായത് ഇവിടെ നടക്കുന്ന പ്രോസസ്സുകളിൽ വ്യത്യാസമുണ്ട്, അത് മാത്രം ഇതിന്റെ ഒരു വേരിയേഷൻ ആയിട്ട് നമുക്ക് പറയാവുന്നുള്ളൂ. ഓക്കെ, മാത്രമല്ല ലബോറട്ടറി എല്ലാ സമ്മറി ഡാറ്റാസും കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നതും ഈ ഒരു സോഫ്റ്റ്വെയറിനകത്താണ്. ഓക്കെ, പ്രവർത്തനങ്ങൾ, അതായത് നമ്മൾക്ക് ഒരു ഡെഫിനേഷൻ ആയിട്ട് ഇങ്ങനെ പറയാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്, കാരണം ലിംസിൽ പല രീതിയിലുള്ള ഡാറ്റാസ് ഒക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ പല രീതിയിലുള്ള ഡാറ്റാസ്, അതായത് നമ്പർ ഓഫ് ഡിഫറെന്റ് ലബോറട്ടറി ഇൻഫോർമാറ്റിക്സ് ആണ്, ഇൻഫോർമാറ്റിക് കമ്പോണൻസ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, ഈ കമ്പോണൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിൽ വരുന്ന ഡാറ്റാസുകൾ ഇവർ കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. ഇന്നലെ ഒരു ഇത് കുറച്ചുകൂടി എളുപ്പമാവാൻ വേണ്ടി ഞാൻ ഒരു ഡെഫിനേഷൻ പറഞ്ഞു തന്നിരുന്നല്ലോ. എന്താണ് LIMS എന്ന് പഠിച്ചിരുന്നോ? ഓക്കെ, നെക്സ്റ്റ് ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം ആണ് റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം അഥവാ RIS. റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം is a core system for the electronic management of imaging departments. The major function of the RIS can consist of patient scheduling, resource management, examination performance tracking, reporting, result distribution, and procedures filling. Okay, for radiological information system, RIS എന്ന് പറയുന്നത് എന്താണ്? ഇമാജിൻ ഡിപ്പാർട്ട്മെന്റ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു കോർ സിസ്റ്റം ആണ് അല്ലെ. ലൈക്ക് എന്താണ്, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും കൂടുതലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റം ആണ് എന്ത്, റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഇതിന്റെ മേജർ ഫങ്ഷൻസ് എന്ന് പറയുന്നത്? പേഷ്യന്റ് ഷെഡ്യൂളിംഗ് അല്ലെ, പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് ഷെഡ്യൂൾ ചെയ്യുന്നു, റിസോഴ്സസുകൾ മാനേജ് ചെയ്യുന്നു, അതായത് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിസോഴ്സസുകൾ മാനേജ് ചെയ്യുന്നു, എക്സാമിനേഷൻ പെർഫോമൻസ് ട്രാക്ക് ചെയ്യുന്നു. എക്സാമിനേഷൻ പെർഫോമൻസ് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ മെഡിക്കൽ ഇമാജിൻ ടെക്നിക്സുകളായിട്ടുള്ള MRI, CT, X-ray മുതലായിട്ടുള്ള എക്സാമിൻസ് അല്ലെ, ആ എക്സാമിൻസ് ഒക്കെ കൃത്യമായിട്ട് അതായത് ഓരോ പേഷ്യന്റിന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ അവരെ മോണിറ്റർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുന്നു, അതുമായി ബന്ധമുള്ള റിപ്പോർട്ട്സുകൾ തയ്യാറാക്കുന്നു, റിസൾട്ടുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു അല്ലെ. ടെസ്റ്റ് റിസൾട്ടുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ തന്നെയാണ് റിസൾട്ടുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഫില്ലിംഗ് പ്രൊസീജിയർ അടക്കം ഈ ഒരു RIS എന്ന സോഫ്റ്റ്വെയറിലാണ് കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. യെസ്, അപ്പോ ഇതൊരു ഇലക്ട്രോണിക് മാനേജ്മെന്റ് ഓഫ് ഇമാജിൻ ഡിപ്പാർട്ട്മെന്റിലെ സിസ്റ്റം ആണ് എന്ത്, RIS എന്ന് പറയുന്നത്. അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഫങ്ഷൻസ് ആണ് പേഷ്യന്റ് ഷെഡ്യൂളിംഗ്, റിസോഴ്സ് മാനേജ്മെന്റ്, എക്സാമിനേഷൻ പെർഫോമൻസ് ട്രാക്കിംഗ്, റിപ്പോർട്ടിംഗ്, റിസൾട്ട് ഡിസ്ട്രിബ്യൂഷൻ ആണ് പ്രൊസീജിയേഴ്സ് ഫില്ലിംഗ്. ഓക്കെ, ഇനി ഇതിന് രണ്ട് കോംപ്ലിമെന്റ്സ് വരുന്നുണ്ട്. RIS കോംപ്ലിമെന്റ്സ് HIS ഇൻഫർമേഷൻ സിസ്റ്റം ആൻഡ് PACS.
അതായത് RIS-നോട് ഇന്റർഗ്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന രണ്ട് സോഫ്റ്റ്വെയർ ഒന്നാണ് എന്ത്, ഒന്ന് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ എന്താണ് പാക്സ് എന്നൊരു സിസ്റ്റവുമായിട്ട്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആയിട്ട് ഇത് പ്രവർത്തിക്കുന്നുണ്ട്. പാക്സ് എന്ന് പറയുന്നത് എന്താണ്, പിക്ചർ ആർച്ചീവിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഓക്കെ, റേഡിയോളജിസ്റ്റ് RIS-ഉമായിട്ട് കോംപ്ലിമെന്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന രണ്ട് സിസ്റ്റമാണ്, ഒന്ന് HIS, ഒന്ന് എന്താണ് പിക്ചർ ആർച്ചീവിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അഥവാ പാക്സ് എന്ന് പറയുന്നത് കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം കേട്ടോ. പാക്സിന്റെ എക്സ്പാൻഷൻ പഠിക്കണം. അതായത് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്സ് വർക്ക് ഫ്ലോസ് കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് ചെയ്ത് തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് കോംപ്ലിമെന്റ് സോഫ്റ്റ്വെയർസുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നത് കേട്ടോ. യെസ്, അപ്പൊ ഏതൊക്കെ സിസ്റ്റം ആണെന്നത് എക്സാമിന് ചോദിക്കാനുണ്ടോ, ഒന്ന് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, ഒന്ന് പാക്സ് ആണ് കേട്ടോ. അപ്പൊ പാക്സിന്റെ എക്സ്പാൻഷൻ പഠിക്കുക. ഓക്കെ, ക്ലിയർ. Then RIS stand for Radiological Information System. Okay. ഇലക്ട്രോണിക് മാനേജ്മെന്റ് ആണ് ഈ സിസ്റ്റം കൈകാര്യം ചെയ്യുന്നത്. ഇതിന്റെ മാറ്റ് ഡിപ്പാർട്ട്മെന്റ്സിലൂടെ ഇലക്ട്രോണിക് മാനേജ്മെന്റ് ആണ് ഈ സിസ്റ്റം കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, വാക്കുകൾ മനസ്സിലായോ? ഇത്രയും ഇവിടിപ്പോ പറഞ്ഞ കാര്യങ്ങളാണ് ഈ ഫ്ലോ ചാർട്ടിൽ കൊടുത്തിരിക്കുന്നത്. HIS എന്ന ഓർഡറുകൾ, റേഡിയോളജിസ്റ്റ് റിപ്പോർട്ട് സ്റ്റഡീസ്, റിപ്പോർട്ട്സുകൾ അപ്ലോഡ് ചെയ്യുന്നത്. ദെൻ മൊഡാലിറ്റി ഇന്റർഫേസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് അറിയോ? മൊഡാലിറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ മെഡിക്കൽ ഇമാജിംഗ് ടെക്നിക്സുകൾ, MRI, CT, എക്സ്റേ മുതലായിട്ടുള്ള ടെക്നിക്സിലേക്കുള്ള മൊഡാലിറ്റീസുകളാണ് കാണിച്ചത്. മൊഡാലിറ്റീസ് വെച്ച് ഇമാജിംഗ് ടെക്നിക്സിനാണ് മൊഡാലിറ്റീസ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇതിന്റെ RIS-ന്റെ ബേസിക് ഫീച്ചേഴ്സുകളാണ്. ഓക്കെ, മറ്റ് സിസ്റ്റങ്ങൾക്കും മറ്റ് സോഫ്റ്റ്വെയർക്കും ഫീച്ചേഴ്സ് ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന് പ്രത്യേകമായ രീതിയിലുള്ള കുറച്ച് സവിശേഷതകൾ വരുന്നുണ്ട്. അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ബേസിക് ഫീച്ചേഴ്സ്. Radiological Information System commonly support the following features. എന്തൊക്കെയാണ് ഇതിന്റെ ബേസിക് ഫീച്ചറുകൾ എന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? പേഷ്യന്റ് രജിസ്ട്രേഷൻ ആൻഡ് ഷെഡ്യൂളിംഗ്. പേഷ്യന്റ് രജിസ്ട്രേഷൻ ആൻഡ് ഷെഡ്യൂളിംഗ് എന്താണ് പറയുന്നത്? ഫസ്റ്റ് പോയിന്റില് പേഷ്യൻസിൽ എല്ലാ രജിസ്ട്രേഷൻ പ്രൊസീജിയേഴ്സും ഷെഡ്യൂളിംഗ് പ്രൊസീജിയേഴ്സ് ഒക്കെ ഈ ഒരു സിസ്റ്റം ആണ് കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. അതായത് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ രജിസ്ട്രേഷൻസും പേഷ്യന്റ് ഷെഡ്യൂളിംഗും കൈകാര്യം ചെയ്യുന്നത് ഒരു സിസ്റ്റമാണ്. ഓക്കെ, ദെൻ പേഷ്യന്റ് ലിസ്റ്റ് മാനേജ്മെന്റ്. പേഷ്യന്റ് ലിസ്റ്റ് പേഷ്യന്റ് ലിസ്റ്റ് എന്തിനാണ് തയ്യാറാക്കുന്നത്? പേഷ്യന്റ് ലിസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? യെസ്, നമ്പർ ഓഫ് പേഷ്യൻസ് ആണ് അല്ലെ. നമ്പർ ഓഫ് പേഷ്യൻസ്, അതായത് ഇപ്പൊ MRI ചെയ്യാനുള്ള പേഷ്യൻസ് എത്രത്തോളമാണ്, CT ചെയ്യാനുള്ള എത്ര പേഷ്യൻസ് ആണെന്നുള്ളത് ഓൾറെഡി നമ്മൾ ആ രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് കിട്ടും? എത്ര പേരാണെന്നുള്ളതിന്റെ കൃത്യമായിട്ടൊരു ലിസ്റ്റ് ഔട്ട് കിട്ടും അല്ലെ. അപ്പൊ അതൊക്കെ ഈ ഒരു സിസ്റ്റം ആണ് കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. ബേസിക് പേഷ്യന്റ് ലിസ്റ്റ് മാനേജ്മെന്റ് ചെയ്യുന്നു. ദെൻ മൊഡാലിറ്റി ഇന്റർഫേസ് യൂസിങ് വർക്ക് ലിസ്റ്റ്. മൊഡാലിറ്റി ഇന്റർഫേസസ് യൂസിങ് വർക്ക് ലിസ്റ്റ്. മൊഡാലിറ്റി എന്ന് പറയുന്നത് എന്താണെന്നാണ് ടീച്ചർ പറഞ്ഞത്? ഡിഫറെന്റ് മോഡൽ ഇമാജിംഗ് മൊഡാലിറ്റീസ് ഏതൊക്കെയാണ്? എക്സ്റേ, MRI, CT, ദെൻ അൾട്രാസൗണ്ട്. ഓക്കെ, ഇതിന്റെ എല്ലാം വർക്ക് ലിസ്റ്റുകൾ, അതായത് ആരൊക്കെയാണ് ചെയ്യുന്നത്, ഏതൊക്കെ പേഷ്യൻസ് ആണ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള വർക്ക് ലിസ്റ്റുകളൊക്കെ കൈകാര്യം ചെയ്യുന്നതും ഈ ഒരു സോഫ്റ്റ്വെയറിനകത്താണ് കേട്ടോ. മൊഡാലിറ്റി ഇന്റർഫേസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറന്നു പോരുത്. മെഡിക്കൽ ഇമാജിംഗ് ടെക്നിക്സുകൾ തന്നെയാണ് കേട്ടോ മൊഡാലിറ്റി ഇന്റർഫേസസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പോലെയുള്ള എഴുതി വെച്ചുള്ള MRI, CT ഒക്കെ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ വർക്ക് ഫ്ലോ മാനേജ്മെന്റ് വിത്തിൻ എ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റേഡിയോളജി. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് അകത്ത് വരുന്ന എല്ലാ വർക്ക് ഫ്ലോസ്, എല്ലാ പ്രവർത്തനങ്ങളും കൈകാര്യം ചെയ്യുന്നത് ഈ ഒരു RIS എന്ന സോഫ്റ്റ്വെയർ ആണ് കേട്ടോ. വർക്ക് ഫ്ലോ മാനേജ്മെന്റ് വിത്തിൻ എ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റേഡിയോളജി. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വർക്ക് ഫ്ലോസും ഇതിനകത്ത് കൈകാര്യം ചെയ്യും. ക്ലിയർ? റിക്വസ്റ്റ് ആൻഡ് ഡോക്യുമെന്റ് സ്കാനിങ്. റിക്വസ്റ്റ് ആൻഡ് ഡോക്യുമെന്റ് സ്കാനിങ്. റിക്വസ്റ്റുകൾ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ സ്കാൻ ചെയ്യുന്നതും ഈ ഒരു സിസ്റ്റമാണ്. ഓക്കെ, സ്കാനിങ് ചെയ്യുന്നത് വെച്ചാൽ എന്താ പറയുന്നത്? സ്കാനിങ് ചെയ്യാന്ന് പറഞ്ഞത്
അതിന്റെ ഇൻഫർമേഷൻസ് ഒക്കെ കറക്റ്റ് ആണെന്നൊരു ഇൻസ്പെക്ഷൻ വെളുതെ ചെക്ക് ചെയ്യുന്നതും ഈ ഒരു സോഫ്റ്റ്വെയറിനകത്താണ് കേട്ടോ. റിക്വസ്റ്റുകളും ഡോക്യുമെന്റ്സ് ഒക്കെ കൃത്യമായ രീതിയിൽ സ്കാനിങ് ചെയ്യുന്നു. ഓക്കെ, റിസൾട്ടുകൾ കൃത്യമായ ടൈമില് എൻട്രി ചെയ്യുന്നു കേട്ടോ. പേഷ്യൻസിന്റെ ഓരോ മെഡിക്കൽ ഇമാജിങ്ങിന് ശേഷമുള്ള എല്ലാ റിസൾട്ട്സുകളും കൃത്യമായിട്ട് എൻട്രി ചെയ്യുന്നത് ഈ ഒരു സിസ്റ്റമാണ്. പിന്നെ ഡിജിറ്റൽ റിപ്പോർട്ടിംഗ്, ഇതിനകത്തൊരു ഡിജിറ്റൽ റിപ്പോർട്ടിംഗ് വരുന്നുണ്ട്. എങ്ങനെയാണ്? യൂഷ്വലി യൂസിങ് വോയിസ് റെക്കഗ്നേഷൻ അഥവാ VR എന്ന് പറയും. ഡിജിറ്റൽ റിപ്പോർട്ടിംഗ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മള് വോയിസ് റെക്കഗ്നേഷൻ ഉപയോഗിച്ചിട്ടാണ്. അതായത് VR എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു മൈക്രോഫോൺ ആണ്. നമുക്ക് ഡിജിറ്റലി റിപ്പോർട്ട് ചെയ്യാനായിട്ട്, വോയിസിലൂടെ ഡിജിറ്റലി റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ്, അല്ലെങ്കിൽ ഒരു സ്പീക്കർ പോലെ. നമ്മൾ സ്പീക്കർ യൂസസ് ഫോർ എന്താ പറയാ, സ്പീക്കർ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ മൈക്രോഫോൺസ് പോലെ ഉപയോഗിക്കില്ലേ, അതിനെയാണ് നമ്മുടെ വോയിസ് റെക്കഗ്നേഷൻ എന്ന് പറയുന്നത് കേട്ടോ. VR എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഡിജിറ്റൽ റിപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു സിസ്റ്റം ഉപയോഗിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? അതായത് യൂസ് ചെയ്യുന്ന ആള്, ഈ റിപ്പോർട്ടുകൾ ഡിജിറ്റൽ റിപ്പോർട്ട് ചെയ്യുന്ന ആള് യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? ഒന്നില്ലെങ്കിൽ ഈ VR ആയിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു ഡിവൈസോ സ്പീക്കർ ഉപയോഗിച്ചിട്ടായിരിക്കും ഡിജിറ്റൽ റിപ്പോർട്ടിംഗ് ഓറലി ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, പ്രിന്റബിൾ ലൈക്ക് പേഷ്യന്റ് ലെറ്റേഴ്സ് ആൻഡ് പ്രിന്റഡ് റിപ്പോർട്ട്സ്. പ്രിന്റബിൾ ലൈക്ക് പേഷ്യന്റ് ലെറ്റേഴ്സ് ആൻഡ് പ്രിന്റഡ് റിപ്പോർട്ട്സ്. നിങ്ങൾ ഇതിന്റെയൊക്കെ റിപ്പോർട്ടുകൾ കണ്ടിട്ടുണ്ടാവില്ലേ? മെഡിക്കൽ ഇമാജിൻ റിപ്പോർട്ട്സ് കണ്ടിട്ടുണ്ടോ നിങ്ങള്? അത് വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടായിരിക്കും എഴുതിയിരിക്കുന്നത്. എങ്ങനെയായിരിക്കും എഴുതിയിരിക്കുന്നത്? ഈസി ടു റീഡ് ആണ് അല്ലെ, ഈസി ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റും. അതിൽ എഴുതിയിരിക്കുന്ന ലെറ്റേഴ്സ് ഒക്കെ വളരെ വ്യക്തമായിട്ടായിരിക്കും എഴുതിയിരിക്കുന്നത് അല്ലെ. അതായത് പ്രിന്റബിൾ ആയിട്ടുള്ള ലെറ്റേഴ്സ്, അതായത് പ്രിന്റഡ് റിപ്പോർട്ട്സുകൾ വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള രീതിയിൽ എഫിഷ്യന്റ് ആയിട്ടായിരിക്കും കൈകാര്യം ചെയ്തിരിക്കുന്നത്, തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ. പേജ് നമ്പർ 76. പേജ് നമ്പർ 76. പ്രിന്റബിൾ ആയിട്ടുള്ള ലെറ്റേഴ്സ് ആയിരിക്കും, അതായത് പ്രിന്റഡ് റിപ്പോർട്ട്സുകളാണ് ഇതിൽ ഫോം ചെയ്യുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. നമുക്ക് ഈസി ടു റീഡ് ആയിട്ടായിരിക്കും ആ റിപ്പോർട്ട്സുകൾ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? റിസൾട്ട് ട്രാൻസ്മിഷൻ വിയ ഇന്റഗ്രേഷൻ ഓർ ഇമെയിലിംഗ് ഓഫ് ക്ലിനിക്കൽ റിപ്പോർട്ട്സ്. റിസൾട്ട് ട്രാൻസ്മിഷൻ വിയ ഇന്റഗ്രേഷൻ ഓർ ഇമെയിലിംഗ് ഓഫ് ക്ലിനിക്കൽ റിപ്പോർട്ട്സ്. നമുക്ക് ഇതിൽ വരുന്ന റിസൾട്ടുകൾ അല്ലെങ്കിൽ മെഡിക്കൽ ഇമാജിൻ റിസൾട്ട്സുകൾ നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം? അത് എന്തൊക്കെ ഉപയോഗിച്ച് ട്രാൻസ്ഫർ ചെയ്യാം? ഓൺലൈൻ ആയിട്ട് അല്ലെ, മെയിൽ വഴിയായിട്ട് നമുക്ക് റിപ്പോർട്ട്സുകൾ ട്രാൻസ്മിറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. പേഷ്യൻസിനെ ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നത്, അതെങ്ങനെയാണ് പേഷ്യന്റിനെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നത്? പേഷ്യന്റ് ട്രാക്കിംഗ് എങ്ങനെ ട്രാക്ക് ചെയ്യാൻ പറ്റും? പേഷ്യൻസിന്റെ ഇന്ററാക്ഷൻസുകള്, പിന്നെ പേഷ്യൻസിന്റെ ഇൻഫോർമേഷൻസ്, മൂവ്മെന്റ്സ് മുതലായ കാര്യങ്ങൾ ഈ ഒരു സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്താണ് ട്രാക്ക് ചെയ്യാനായിട്ട് ഈ ഒരു RIS സഹായിക്കുന്നുണ്ട് കേട്ടോ. പേഷ്യൻസിനെ മോണിറ്റർ ചെയ്യാൻ പറ്റുന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പേഷ്യൻസിനെ കൃത്യമായ രീതിയിൽ മോണിറ്റർ ചെയ്യാനായിട്ട് ഈ ഒരു RIS ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിൽ നമുക്ക് ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇന്ററാക്റ്റീവ് ഡോക്യുമെന്റ്സ്, എന്താണ് ഇന്ററാക്റ്റീവ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്? Interactive documents. ഇതാണ് ഇന്ററാക്റ്റീവ് ഡോക്യുമെന്റ്സ്. ഇങ്ങനെയുള്ളതായിരിക്കും. ഡിജിറ്റൽ ഫയൽസ് അല്ലേ ഇതിൽ തയ്യാറാക്കുന്നത്? ഡിജിറ്റൽ ആയിട്ടുള്ള ഫയൽസ് ആണ്. നമുക്ക് യാതൊരു വിധത്തിലെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ വളരെ ക്ലിയർ കട്ട് ആയിട്ട് മനസ്സിലാക്കുന്ന രീതിയിലാണ്. അതായത് നമുക്ക് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ ഇപ്പോൾ റിപ്പോർട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മൾ ആദ്യം നമ്മുടെ പേര് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടായിരിക്കും, പിന്നെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ദെൻ ലാസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞ ഭാഗം ഉണ്ടാവും അല്ലെ. ടെസ്റ്റ് റിസൾട്ടിന്റെ ഇംപ്രഷൻ എന്ന് പറഞ്ഞ ഭാഗം കൊടുത്തിട്ടുണ്ടാവില്ലേ ലാസ്റ്റ്? അതായത് നമ്മളുടെ പ്രോബ്ലം എന്താണെന്ന് വ്യക്തമായിട്ട് അതിലായിരിക്കും കൊടുത്തിരിക്കുന്നത് ഇംപ്രഷന്റെ ഭാഗത്ത്. ഓക്കെ, അത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്ലെ. അതായത് മെയിൻ പോയിന്റ് ആണ് ഇംപ്രഷൻ എന്ന് പറഞ്ഞത്. അതായത് നമ്മളിപ്പോ നമ്മുടെ അബ്ഡോമനിന്റെ ഒരു MRI ആയിരിക്കും ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ബ്രെയിനിന്റെ തലയ്ക്ക് എന്തെങ്കിലും ക്ഷതമേറ്റിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും.
അപ്പൊ ബേസിക് ആയിട്ട് അതിൽ നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോ കട്ട ഇംപ്രഷൻ ആയിരിക്കും ആ ലാസ്റ്റ് ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. ആർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെയായിരിക്കും കൊടുത്തിരിക്കുന്നത്. ചിലപ്പോൾ ചില ടേംസ് മാത്രമേ നമുക്ക് മനസ്സിലാവാണ്ടിരിക്കുന്നുള്ളൂ. എന്നിരുന്നാൽ പോലും ഈസി ആയിട്ട് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഇന്ററാക്റ്റീവ് ഡോക്യുമെന്റ്സുകളാണ് അത് തയ്യാറാക്കുന്നത് കേട്ടോ. യെസ്, യാതൊരു കൺഫ്യൂഷനും ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ഡോക്യുമെന്റ്സിൽ അതിൽ ക്രിയേറ്റ് ചെയ്തു. പേഷ്യൻസിനും ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡോക്യുമെന്റ്സ് ഉപയോഗിച്ച് ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റുന്ന രീതിയിലാണ് ഈ ഡോക്യുമെന്റ്സുകൾ തയ്യാറാക്കപ്പെടുന്നത് കേട്ടോ. ക്രിയേഷൻ ഓഫ് ടെക്നിക്കൽ ഫയൽസ്. RIS നമുക്ക് ടെക്നിക്കൽ ആയിട്ടുള്ള ഫയൽസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തീർച്ചയായിട്ടും അല്ലെ. അപ്പൊ ഈ മൊഡാലിറ്റി ഇന്റർഫേസസുമായി ബന്ധപ്പെട്ടതും അല്ലെങ്കിൽ റേഡിയോളജി വർക്ക് ഫ്ലോസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ടെക്നിക്കൽ ഫയൽസുകളും നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ സഹായിക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? ഇത് സാങ്കേതിക ഫയലുകൾ അല്ലെങ്കിൽ എന്താ പറയാ ടെക്നിക്കൽ ഫയൽസ്, ഡിപ്പാർട്ട്മെന്റ് വൈസ് വരുന്ന എല്ലാ ടെക്നിക്കൽ ഫയൽസുകളും ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു സിസ്റ്റമാണ്. ഓക്കെ, ദെൻ പ്ലസ് മൊഡാലിറ്റി ആൻഡ് മെറ്റീരിയൽ മാനേജ്മെന്റ്. മൊഡാലിറ്റി ആൻഡ് മെറ്റീരിയൽ മാനേജ്മെന്റ് മെഡിക്കൽ ഇമാജിംഗ് മൊഡാലിറ്റീസുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ മെറ്റീരിയൽസും കൃത്യമായ രീതിയിൽ മാനേജ് ചെയ്യുന്നത് ഈ ഒരു സിസ്റ്റമാണ് കേട്ടോ. മെഡിക്കൽ ഇമാജിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാത്തരം മെറ്റീരിയൽസും കൈകാര്യം ചെയ്യുന്നത് ഈ ഒരു സിസ്റ്റമാണ്. പിന്നെ കൺസേൺ മാനേജ്മെന്റ്. എന്താണ് കൺസേൺഡ്? സമ്മതവുമായി ബന്ധപ്പെട്ട് അല്ലെ, പേഷ്യൻസിന്റെ സമ്മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ കൺസേൺ വന്നിട്ട് നമ്മൾ ഇലക്ട്രോണിക്കലി നമുക്ക് സൈൻ ചെയ്യാൻ പറ്റും അല്ലെ. ഇലക്ട്രോണിക്കലി സൈൻ ചെയ്യുന്നതൊക്കെ എന്താണ് ഈ ഒരു സിസ്റ്റത്തിൽ തന്നെ ആയിരിക്കും ചെയ്യുന്നത് അല്ലെ. ഓക്കെ, അതേപോലെ തന്നെ പേഷ്യൻസിന് മാത്രമല്ല ഡോക്ടേഴ്സിന്റെ സൈനുകൾ, ഡോക്ടേഴ്സിന്റെ ഇലക്ട്രോണിക് സൈൻസുകൾ നമുക്ക് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ആഡ് ചെയ്യാനും സാധിക്കും. ഓക്കെ, ദീസ് ആർ ദ ബേസിക് ഫീച്ചേഴ്സ് ഓഫ് RIS എന്ന് പറയുന്നത്. ഇതില് കുറച്ച് പോയിന്റ്സ് ഞാൻ ടെക്ക് ചെയ്ത് തരാം. എല്ലാം പഠിക്കണമെന്നില്ല, ഞാൻ പറയുന്ന പോയിന്റ്സ് മാത്രം ഒന്ന് പഠിച്ചു പോയാൽ മതി, ബാക്കിയൊന്ന് വായിച്ചിരിക്കാം കേട്ടോ. ഇതോടെ നോക്കാം. ബേസിക് ഫീച്ചേഴ്സ് ഒന്ന് ബ്രീഫ് ചെയ്ത് പറയാം. പേഷ്യൻസ് രജിസ്ട്രേഷൻ ആൻഡ് ഷെഡ്യൂളിംഗ് ചെയ്യുന്നുണ്ട്. പേഷ്യൻസിന്റെ ലിസ്റ്റുകൾ മാനേജ് ചെയ്യുന്നു. ദെൻ മോഡാലിറ്റി വർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ മെഡിക്കൽ ഇമാജിൻ ടെക്നിക്സുമായി ബന്ധപ്പെട്ട വർക്ക് ലിസ്റ്റുകൾ മാനേജ് ചെയ്യുന്നു. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ മൊത്തം വർക്ക് ഫ്ലോസ് മാനേജ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ റിക്വസ്റ്റുകളും ഡോക്യുമെന്റ്സുകളും കൃത്യമായിട്ട് സ്കാൻ ചെയ്യുന്നു. കൃത്യസമയത്ത് റിസൾട്ടുകൾ റിപ്പോർട്ട് ചെയ്യുന്നു, റിസൾട്ടുകൾ എൻറ്റർ ചെയ്യുന്നു. ദെൻ ഇവിടെ ഡിജിറ്റൽ റിപ്പോർട്ടിംഗ് എന്നൊരു പ്രോസസ് ഇവിടെ നമ്മൾ നടത്തുന്നുണ്ട്. അവിടെ ചിലപ്പോൾ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്, വോയിസ് റെക്കഗ്നേഷൻ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതിലൊരു സ്പീക്കറോ ഡിവൈസസ് ഉപയോഗിച്ചിട്ടാണ് ഡിജിറ്റൽ റിപ്പോർട്ടിംഗ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഉപയോഗിക്കുന്ന റിപ്പോർട്ട്സുകളെല്ലാം പ്രിന്റഡ് റിപ്പോർട്ട്സുകളായിരിക്കും. നമുക്ക് ഈസി ടു റീഡ് എന്ന രീതിയിലുള്ള ഫോർമാറ്റിലായിരിക്കും വരുന്നത്. പിന്നെ നമുക്ക് ഇതിന്റെ റിസൾട്ടുകൾ ഇമെയിലോ അല്ലെങ്കിൽ ഓൺലൈൻ മുഖാന്തരം നമുക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. പേഷ്യൻസിനെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട്, പേഷ്യന്റിനെ മോണിറ്റർ ചെയ്യാനായിട്ട് ഈ സിസ്റ്റം സഹായിക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ തയ്യാറാക്കുന്നത് എന്താണ്, ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സുകളാണ്. ഓക്കെ, കോംപ്ലിക്കേഷൻസ് ഉള്ളതാണ്, ഈസി ആയിട്ട് മനസ്സിലാക്കാൻ ഡോക്യുമെന്റ്സുകളാണ് ഇതിൽ തയ്യാറാക്കുന്നത്. ഇവിടെ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് വൈസുള്ള എല്ലാ ടെക്നിക്കൽ ഫയൽസുകളും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല മൊഡാലിറ്റി മെറ്റീരിയൽ മാനേജ്മെന്റും ഈ ഒരു സിസ്റ്റമാണ് കൈകാര്യം ചെയ്യുന്നത്. കൺസേൺ ഉൾപ്പെടെയുള്ള മാനേജ്മെന്റ്സും ഈ ഒരു RISന്റെ ബേസിക് ഫീച്ചേഴ്സിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. എല്ലാം ഒന്നുകൂടി വായിച്ചു നോക്കി, ഒന്നുകൂടി വായിച്ചു നോക്കും കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? യെസ്.
നെക്സ്റ്റ് ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം ആണ് നമ്മൾ പഠിക്കുന്നത്. CPOE കേട്ടോ, കമ്പ്യൂട്ടറൈസ്ഡ് പ്രിസിഷൻ ഓർഡർ എൻട്രി. കമ്പ്യൂട്ടറൈസ്ഡ് പ്രിസിഷൻ ഓർഡർ എൻട്രി. ഇതിനെ അതർവൈസ് നമ്മൾ എങ്ങനെ പറയുന്നത്? ടിക്ക് പറഞ്ഞില്ലല്ലേ, ഒരു മിനിറ്റ്. ബേസിക് ഫീച്ചേഴ്സിൽ ടിക്ക് ചെയ്യുന്നത് പറഞ്ഞുതരാം. ഫസ്റ്റ് പോയിന്റ് ടിക്ക് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് പേഷ്യന്റ് രജിസ്ട്രേഷൻ ആൻഡ് ഷെഡ്യൂളിംഗ് എന്ന പോയിന്റ് ക്ലിക്ക് ചെയ്യാം. ദെൻ വർക്ക് ഫ്ലോ മാനേജ്മെന്റ് കേട്ടോ. ഫോർത്ത് പോയിന്റ് വർക്ക് ഫ്ലോ മാനേജ്മെന്റ് ടിക്ക് ചെയ്യാം. ഡിജിറ്റൽ റിപ്പോർട്ടിംഗ് ടിക്ക് കേട്ടോ. ഡിജിറ്റൽ റിപ്പോർട്ടിംഗ്. റിസൾട്ട് ട്രാൻസ്മിഷൻ ടിക്ക് ചെയ്യാം. റിസൾട്ട് ട്രാൻസ്മിഷൻ. കൺസേൺ മാനേജ്മെന്റ്. കൺസേൺഡ് മാനേജ്മെന്റ്. അത്ര ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കാം കേട്ടോ. എല്ലാവരും ടിക്ക് ചെയ്തോ? 147940. 147940. ഓക്കെ. നെക്സ്റ്റ് കമ്പ്യൂട്ടറൈസ്ഡ് പ്രിസിഷൻ ഓർഡർ എൻട്രി. നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് എന്താ? കമ്പ്യൂട്ടറൈസ്ഡ് പ്രൊവൈഡർ ഓർഡർ എൻട്രി ഓർ കമ്പ്യൂട്ടറൈസ്ഡ് പ്രാക്ടീഷണർ ഓർഡർ എൻട്രി. 3 രീതിയിൽ പറയാം കേട്ടോ. പ്രിസിഷൻ ഓർഡർ എൻട്രി എന്ന് പറയും, കമ്പ്യൂട്ടറൈസ്ഡ് പ്രൊവൈഡർ ഓർഡർ എൻട്രി എന്ന് പറയും, കമ്പ്യൂട്ടറൈസ്ഡ് പ്രാക്ടീഷണർ ഓർഡർ എൻട്രി എന്ന് പറയും. 3 ഒന്ന് തന്നെയാണ് കേട്ടോ, പക്ഷെ എക്സ്പാൻഷൻ ചെയ്യുന്ന സമയത്ത് വ്യത്യാസം വരാം. CPOE ഏതൊക്കെ രീതിയിലാണ് അറിയപ്പെടുന്നത് ഒന്ന് പറയണ്ട കേട്ടോ, കേട്ടിരുന്നാൽ മതി. കമ്പ്യൂട്ടറൈസ്ഡ് പ്രിസിഷൻ ഓർഡർ എൻട്രി. സെക്കൻഡ് വൺ കമ്പ്യൂട്ടറൈസ്ഡ് പ്രൊവൈഡർ ഓർഡർ എൻട്രി. ഇവിടെ വ്യത്യാസമൊന്നും വരുന്നില്ല കേട്ടോ. ഫിസിഷ്യൻസ് മാറി പ്രൊവൈഡറിനാവുന്നുള്ളൂ. ഇവിടെ എന്താണ്? ഇവിടെ പ്രാക്ടീഷണറിനാവുന്നുള്ളൂ. പിയില് മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ. പിയില് മാത്രമേ ഇവിടെ വ്യത്യാസം വരുന്നുള്ളൂ കണ്ടോ. ഫിസിഷ്യൻ, പ്രൊവൈഡർ, പ്രാക്ടീഷണർ കണ്ടോ, അങ്ങനെ ഒരു വ്യത്യാസമുള്ളൂ, ഒന്ന് തന്നെയാണ്. Refers to the process of a medical professional entering and sending medical orders and treatment instruction electronically by way of computer application instead of on paper charts. എന്തായിരിക്കും ഒരു CPOE എന്ന് പറയുന്നത്? ഞാൻ പറയുന്നത് നോട്ട് ചെയ്തേ എന്നിട്ട് പറഞ്ഞുതരാം. പറയുന്നത് നോട്ട് ചെയ്യാട്ടോ എല്ലാവരും. CPOE is a healthcare information system. CPOE is a healthcare information system. Healthcare information system. That allows ALLOWS physician to electronically enter medical orders electronically enter medical orders such as medication, laboratory tests, and radiology exams, radiology reports ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. radiology exams directly into
a computer system. Directly into a computer system. Directly into a computer system. ഒന്നുകൂടി ശ്രദ്ധിച്ചോട്ടോ, എഴുതിയത് കറക്റ്റ് ആണോ നോക്കട്ടോ. CPOE is a healthcare information system that allows physician to electronically enter medical orders such as medication, laboratory tests, and radiology exams directly into a computer system. കറക്റ്റ് ആണോ എഴുതിയിരിക്കുന്നത്? യെസ്, വായിച്ചു നോക്കിയേ. എന്താണ് അപ്പോ CPOE എന്ന് പറയുന്നത്? എളുപ്പമുള്ള ഒരു ഡെഫിനിഷൻ അല്ലത്. ഫിസിഷ്യന്റെ ഓർഡർ എന്ത് ചെയ്യുന്നു? ഇലക്ട്രോണിക്കലി എൻ്റർ ചെയ്യുന്ന സിസ്റ്റം ആണ് എന്ത്? ഒരു സോഫ്റ്റ്വെയർ ആണ് CPOE എന്ന് പറയുന്നത് അല്ലെ. അതായത് ഇതൊരു ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻ സിസ്റ്റം ആണ് CPOE എന്ന് പറയുന്നത് അല്ലെ. അല്ലെ ഇതിനെ കമ്പ്യൂട്ടറൈസ്ഡ് പ്രൊവൈഡർ എൻട്രി, ഓർഡർ എൻട്രി എന്ന് നമ്മൾ പറയാം. പ്രൊവൈഡർ ഓർഡർ എൻട്രി എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ് ഫിസിഷ്യൻ എന്താ ചെയ്യുന്നത്? ഡയറക്ട്ലി സിസ്റ്റത്തിലൂടെയാണ് മെഡിക്കൽ ഓർഡേഴ്സ് അദ്ദേഹം പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. അതായത് പേഷ്യൻസിന്റെ മെഡിക്കേഷൻസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ലബോറട്ടറി ടെസ്റ്റുകൾ, റേഡിയോളജി എക്സാംസ്, ഇതൊക്കെ തന്നെ ഒരു ഡയറക്ട്ലി ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ. യെസ്, ഓക്കെ, മനസ്സിലായോ? CPOE എന്ന് പറയുന്നത് എന്താണ്? ഡോക്ടർ നമ്മുടെ മെഡിക്കേഷൻസ് ഒക്കെ എൻട്രി ചെയ്യുന്നത് ഒരു സിസ്റ്റത്തിലൂടെയാണ്. അത്രയും ഷോർട്ടാക്കി പറഞ്ഞ അതാണ് കേട്ടോ. ലാബ് ടെസ്റ്റുകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നതിലാണ്, സിസ്റ്റത്തിലൂടെയാണ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് CPOE അഥവാ കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ. ഫിസിഷ്യന്റെ ഓർഡേഴ്സ് എന്തിലൂടെയാണ്? ഇലക്ട്രോണിക്കിലാണ് ഡയറക്റ്റില് ഇത് കൊടുക്കുന്നത്. ഇലക്ട്രോണിക് സിസ്റ്റത്തിലൂടെ, കമ്പ്യൂട്ടർ സിസ്റ്റത്തിലൂടെയാണ് ഇത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് എന്തൊക്കെ ബെനിഫിറ്റ്സുകൾ ഉണ്ടാവും? എന്തൊക്കെ ബെനിഫിറ്റ്സുകൾ ഉണ്ടാവും? ബെനിഫിറ്റ്സ് ഉണ്ടാവും നോക്കി എഴുതുന്നു. ജസ്റ്റ് ഒന്ന് നോട്ട് ഔട്ട് ചെയ്ത് കേട്ടോ. റൈറ്റ് ഔട്ട്. ഇംപ്രൂവ്ഡ് പേഷ്യന്റ് സേഫ്റ്റി. പേഷ്യൻസിന്റെ സേഫ്റ്റി ഉറപ്പാക്കാനായിട്ട് സഹായിക്കുന്നു. Then increased efficiency. Enhanced quality of care. Okay. Yes. അപ്പൊ നമ്മുടെ ഒരു പേപ്പർ ചാർട്ട്സിനേക്കാളും വളരെ ഈസി ആയിട്ട് എന്താണ് ഒരു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഡോക്ടേഴ്സിന്റെ ഇൻസ്ട്രക്ഷൻസ് ഇലക്ട്രോണിക്കലി പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നു. ഫസ്റ്റ് വൺ, ഇംപ്രൂവ്ഡ് പേഷ്യന്റ് സേഫ്റ്റി കേട്ടോ. ഇംപ്രൂവ്ഡ് പേഷ്യന്റ് സേഫ്റ്റി, ഇൻക്രീസ്ഡ് എഫിഷ്യൻസി, എൻഹാൻസ്ഡ് ക്വാളിറ്റി ഓഫ് കെയർ. ഇത് അറിഞ്ഞിരിക്കാൻ പറഞ്ഞാണ് ബെനിഫിറ്റ് കേട്ടോ. യെസ്, ക്ലിയർ ആണോ CPOE എന്താണെന്ന്? This refers to the process of a medical professional entering and sending medication orders and treatment instruction electronically by way of computer application instituted on paper charts. ഇത് പഠിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ടെക്സ്റ്റിലുള്ളത് പഠിച്ചാൽ മതി, അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് പഠിച്ചാൽ മതി. രണ്ട് പഠിച്ചാലും രണ്ടും സെയിം തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, കുറച്ചുകൂടി എനിക്ക് മനസ്സിലായിക്കോട്ടെ നോക്കാൻ അങ്ങനെ എഴുതി തന്നത്. ക്ലിയർ ആണോ? ഞാൻ CPOയുടെ ഒരു ഫോർമാറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. CPOയുടെ വർക്ക് ഫ്ലോസ് എങ്ങനെയാണെന്നുള്ളതാണ് ഈ ഒരു പിക്ചറിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിന്റെ ഒരു ഫസ്റ്റ് പേജ് എങ്ങനെയാണെന്നുള്ളത് കേട്ടോ, നോക്കിയാൽ മതി. യെസ്, അപ്പൊ നമ്മൾ 4 ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റംസും കംപ്ലീറ്റ് ചെയ്തു. ഏതൊക്കെയായിരുന്നു 4 ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റംസ്? ഏതൊക്കെയാണ്? ഇലക്ട്രോണിക്കൽ ഹെൽത്ത് റെക്കോർഡ് EHR. ഏതൊക്കെയാണ് ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്നാണ് ടീച്ചർ ചോദിച്ചത്. EHR, പിന്നെ ഏതാണ്? ലിംസ് അല്ലെ, ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം അഥവാ ലിംസ്, റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം അഥവാ RIS, then CPOE, കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി. ഓക്കെ, അങ്ങനെ 4 ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം ആണ് ചേസിലുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ 4? ഇനി നമ്മള്
നെക്സ്റ്റ് നോക്കുന്നത് ആരെങ്കിലും വേറെ ആരെങ്കിലും എന്ത് സംശയം ചോദിക്കട്ടോ. വെരി ഗുഡ്. EHR, LIMS, RIS, CPO എല്ലാത്തിന്റെ എക്സ്പാൻഷൻ നിങ്ങൾ പഠിക്കണം. RISന്റെ ക്ലിക്ക് ചെയ്തിരിക്കുന്ന ഫീച്ചേഴ്സ് പഠിക്കുക. പിന്നെ ഓരോ ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിനും 3 പേരുകൾ വെച്ച് വരുന്നുണ്ട്. അതും ഒന്ന് നോക്കിയേ കേട്ടോ. ഏതാണ് ചോദിക്കുന്നതെന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല കേട്ടോ. നമ്മളിങ്ങനെ നോക്കുന്നത് 10 uses of computers in hospitals ആണ് കേട്ടോ. 10 uses of computers in hospitals. 10 യൂസിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ കൂടുതൽ യൂസസ് അത് കൈകാര്യം ചെയ്യുന്നുണ്ട് അല്ലെ. എന്നാലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 10 യൂസസ് ആണുള്ള ഹോസ്പിറ്റലില് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതിനുള്ള പ്രധാന ഉപയോഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ എന്താണ്? മെയിൻറ്റെയിൻ പേഷ്യന്റ് ഇൻഫോർമേഷൻ. Patient information is kept organized, safe and readily available on a computer. In an emergency, medical staff need quick access to patient records. There are lesser risk of data loss or mismatching while using a computer. നമുക്ക് പേഷ്യൻസിന്റെ ഇൻഫോർമേഷൻസ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കമ്പ്യൂട്ടേഴ്സ് സഹായിക്കുന്നുണ്ട് ആണോ അല്ലെ. പേഷ്യൻസിന്റെ റെക്കോർഡ്സുകൾ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മാനറിലായിരിക്കും, വളരെ സേഫ് ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് റീഡ് ചെയ്യുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത് അല്ലെ. പ്രത്യേകിച്ച് ഒരു എമർജൻസി സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് പേപ്പർ റെക്കോർഡ്സ് പോയി തപ്പേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നില്ല. പെട്ടെന്ന് തന്നെ പേഷ്യന്റിന്റെ ആ ഒരു ഐഡിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി സിസ്റ്റത്തിൽ അടിച്ചു കഴിഞ്ഞാൽ എന്താണ് പെട്ടെന്ന് തന്നെ ആ പേഷ്യന്റ് റെക്കോർഡ് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. മാത്രമല്ല പല രീതിയിലുള്ള റിസ്കുകളും കോംപ്ലിക്കേഷൻസ് കുറയ്ക്കാനായിട്ടും ഈ ഒരു സിസ്റ്റംസ് സഹായിക്കുന്നുണ്ട്. ക്വിക്ക് ആക്സസ് ആണെങ്കിൽ അതുപോലെ തന്നെ എന്തെങ്കിലും മിസ്മാച്ചിങ്സ് വരാതെ തന്നെ പേഷ്യൻസിന്റെ കറക്റ്റ് ഇൻഫർമേഷൻസ് തന്നെ ഓൾറെഡി ആ സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കും. എന്നാൽ തന്നെ നമുക്ക് മറ്റു റിസ്കുകളോ കോംപ്ലിക്കേഷൻസോ ഇതുപോലെ ഉണ്ടാകുന്നതാണ്. ഓക്കെ, ഹോസ്പിറ്റൽ സ്റ്റാഫുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ഈസി ആയിട്ട് പേഷ്യന്റ് റെക്കോർഡ്സുകൾ കൈകാര്യം ചെയ്യാനായിട്ട് കമ്പ്യൂട്ടേഴ്സ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, റിസ്ക്. ഫസ്റ്റ് യൂസ് എന്താണ്? മെയിൻറ്റെയിൻ പേഷ്യന്റ് ഇൻഫോർമേഷൻ ആണ് കേട്ടോ. കമ്പ്യൂട്ടറിന്റെ ഫസ്റ്റ് യൂസ് ഹോസ്പിറ്റൽ എന്താണ്? മെയിൻറ്റെയിൻ പേഷ്യന്റ് ഇൻഫോർമേഷൻ. പേഷ്യന്റ് ഇൻഫോർമേഷൻസ് കൃത്യമായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ക്ലിയർ ആണോ? ഇനി മോണിറ്റർ പേഷ്യന്റ്. അടുത്ത യൂസ് എന്താണ്? മോണിറ്റർ പേഷ്യൻസ്. Hospital now utilize computers to keep track of vital signs such as heart rate, blood pressure. Additionally, the computer monitor system collects helpful patient data. It is possible to get back this data for future use in research or other purpose. പേഷ്യൻസിനെ മോണിറ്റർ ചെയ്യാനായിട്ട് കമ്പ്യൂട്ടർ സഹായിക്കുന്നുണ്ടോ? ഉണ്ട് അല്ലെ. തീർച്ചയായിട്ടും പേഷ്യൻസിന്റെ വൈറ്റൽ സൈനുകൾ അല്ലെ, അവരുടെ ബയോമെട്രിക്കൽ വാല്യൂസുകളൊക്കെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനുണ്ട്. ഹാർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ മുതലായിട്ടുള്ള വൈറ്റൽ സയൻസുകൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട് അല്ലെ. മാത്രമല്ല എന്താ പറയാ, പേഷ്യൻസിന്റെ വൈറ്റൽ സയൻസുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ഡാറ്റാസുകൾ കളക്ട് ചെയ്യാനായിട്ടും ഈ ഒരു കമ്പ്യൂട്ടേഴ്സ് സഹായിക്കുന്നത്. അത് മാത്രമല്ല എന്താണ്, പല രീതിയിലുള്ള റിസർച്ച് പർപ്പസിന് അല്ലെങ്കിൽ ഭാവിയിലുള്ള റിസർച്ച് പർപ്പസിന് എന്താണ് നമ്മുടെ പേഷ്യൻസിന്റെ ഡാറ്റാസുകൾ ഓൾറെഡി കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കും. അപ്പോൾ പല രീതിയിലുള്ള, അതായത് ഭാവിയിലെ എല്ലാ ഗവേഷണത്തിനും എന്താണ് മറ്റു ആവശ്യങ്ങൾക്കും ഈ ഡാറ്റാസ് നമ്മൾ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നിന്നാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഫ്യൂച്ചർ യൂസ് ആയിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ പേഷ്യൻസിന്റെ എല്ലാ വൈറ്റൽ സയൻസുകളും ട്രാക്ക് ചെയ്യാനായിട്ട് കമ്പ്യൂട്ടേഴ്സ് സഹായിക്കുന്നുണ്ട്. മാത്രമല്ല എന്താണ്, ഒരു പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് കംപ്ലീറ്റ് മോണിറ്റർ ചെയ്ത ഒരു സിസ്റ്റം കൂടിയാണ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. അത് ഭാവിയിൽ എന്തെങ്കിലും തരത്തിലുള്ള റിസർച്ച് പർപ്പസസിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഡാറ്റാസുകൾ ഫ്യൂച്ചർ യൂസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും കേട്ടോ. ക്ലിയർ? ഇനി മെഡിക്കൽ റിസർച്ചിന്, മെഡിക്കൽ റിസർച്ച്. To understand more about certain ailment, clinicians may now search medical databases. The capacity of medical staff to get applied knowledge is being improved using computers in healthcare. Medical research നമ്മൾ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ടോ? ഉണ്ട് അല്ലെ. ഇത് പ്രത്യേക രോഗത്തെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കാനുണ്ട് അല്ലെ. ഓക്കെ, അതായത് to understand more about a certain ailment, അതായത് ഒരു പ്രത്യേക രോഗത്തെ കുറിച്ചിട്ടൊക്കെ കൂടുതലായിട്ട് മനസ്സിലാക്കാനും അതേപോലെ എന്താണ്
മെഡിക്കൽ ഡാറ്റാബേസുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റിസർച്ച് പർപ്പസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അല്ലെ. മാത്രമല്ല മെഡിക്കൽ സ്റ്റാഫുകളുടെ ആ ഒരു നോളജ് ഇംപ്രൂവ് ചെയ്യാനായിട്ടും, അതായത് കമ്പ്യൂട്ടേഴ്സിനെ കുറിച്ചുള്ള നോളജ് ഇംപ്രൂവ് ചെയ്യാനായിട്ടും ഈ ഒരു സിസ്റ്റംസ് കമ്പ്യൂട്ടേഴ്സ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഹെൽത്ത് കെയർ സ്റ്റാഫുകളെ സംബന്ധിച്ച് നമ്മുടെ നോളജ് കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യാനായിട്ടാണ് കമ്പ്യൂട്ടേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെ. പ്രത്യേകിച്ച് നമ്മുടെ റിസർച്ച് പുതിയ ഏതെങ്കിലും രോഗത്തെ കുറിച്ച് കണ്ടുപിടിക്കുന്നതിനോ അതിന്റെ വിശദാംശങ്ങളിലേക്കൊക്കെ ചെല്ലുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഓൾറെഡി മെഡിക്കൽ റിസർച്ച് പർപ്പസസിന് വേണ്ടിയിട്ട് നമ്മൾ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഹെൽത്ത് സ്റ്റാഫ് മെഡിക്കൽ സ്റ്റാഫുകളെ സംബന്ധിച്ചിട്ട് നമ്മുടെ നോളജ് കുറച്ചും കൂടി ഇംപ്രൂവ് ആകാനായിട്ട് ഈ ഒരു കമ്പ്യൂട്ടേഴ്സ് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ യൂസ് ആണെന്ത്, മെഡിക്കൽ റിസർച്ച്. ഫസ്റ്റ് എന്തായിരുന്നു, മെയിൻറ്റെയിൻ പേഷ്യന്റ് ഇൻഫോർമേഷൻ. സെക്കൻഡ് പേഷ്യന്റ് മോണിറ്ററിംഗ്, ആൻഡ് മെഡിക്കൽ റിസർച്ച്. 3 യൂസസ് ആണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. ഓക്കെ, ക്ലിയർ ആണോ? Next one, inventory. Knowing that what medications are on hand is very necessary for a patient's therapy. The rehabilitation process might be slowed down if a doctor prescribes a medication that is not in stock. Thus, it is important to keep an inventory list up to date. In the meanwhile, inventory control is received for hospital and medical facilities. Therefore, inventory managers can trace stock levels through to computers. മെറ്റീരിയൽസ് മാനേജ്മെന്റിലെ ഇൻവെന്ററിനെ കുറിച്ച് പഠിച്ചതാണ് അല്ലെ. എന്താണ് ഇൻവെന്ററി എന്ന് പറയുന്നത്? ഇൻവെന്ററി എന്ന് പറയുന്നത് എന്താണ്? സ്റ്റോക്ക് ആണ് അല്ലെ. പ്രത്യേകിച്ച് മെഡിക്കൽ സപ്ലൈസുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റോക്സുകളെല്ലാം തന്നെ നമ്മൾ കമ്പ്യൂട്ടർ മുഖാന്തരമാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് അല്ലെ. അതായത് ഹോസ്പിറ്റലിൽ ഇല്ലാത്ത മരുന്നുകൾ ഒരിക്കലും നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലെ. ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഏതൊക്കെ മെഡിസിൻസ് ആണ് അവിടെ ഉള്ളത് അത് നോക്കിയിട്ട് ഓൾറെഡി നമുക്ക് ഇൻവെന്ററിയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ മെഡിസിൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അത് നോക്കിയിട്ട് മാത്രമേ ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആ മെഡിക്കേഷൻസ് അവർക്ക് പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. ഇപ്പൊ ഡോക്ടേഴ്സിനും ഇൻവെന്ററീസ് ചെക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മാത്രമല്ല ഇത് കൃത്യമായിട്ട് കമ്പ്യൂട്ടർ അസിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകളൊക്കെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാനായിട്ടും ഇതിലെ സിസ്റ്റം വഴി നമുക്ക് സഹായിക്കും. അതായത് സ്റ്റോക്കുകൾ കൃത്യമായിട്ട് എപ്പോഴാണ് ഏതൊക്കെ റൈറ്റ് ക്വാണ്ടിറ്റിയിലുള്ള സപ്ലൈസസ് ആണുള്ളത്, ഏതൊക്കെ ടൈമിലാണ് തീരുന്നത്, കൃത്യമായിട്ട് നമുക്ക് എന്തിൽ നോക്കി കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. സിസ്റ്റത്തിൽ നോക്കി കഴിഞ്ഞാൽ, ഇൻവെന്ററിയിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അതിനനുസരിച്ച് നമുക്ക് എന്താണ് അത് അപ്ഡേറ്റ് ചെയ്യാനായിട്ടും കൃത്യമായിട്ട് സഹായിക്കുന്നു. ദെൻ അതേപോലെ തന്നെ ഇൻവെന്ററി മാനേജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നവർക്കാണ്. ഇൻവെന്ററി മാനേജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്ക് ലെവലുകൾ എത്രത്തോളം ഉണ്ടെന്ന് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനായിട്ടും കമ്പ്യൂട്ടേഴ്സ് അവരെ സഹായിക്കുന്നുണ്ട്. ഇൻവെന്ററി മാനേജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സപ്ലൈഡ് ഒക്കെ അല്ലെങ്കിൽ മെറ്റീരിയൽസിന്റെ ഒക്കെ സ്റ്റോക്ക് ലെവൽ എത്രത്തോളം ഉണ്ടെന്ന് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് കമ്പ്യൂട്ടേഴ്സ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ കമ്പ്യൂട്ടർ ആണ് ഹോസ്പിറ്റൽ ഇൻവെന്ററീസ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നത്. ക്ലിയർ? എളുപ്പമായതുകൊണ്ടാണ് വേഗം വേഗം പറഞ്ഞോണേ. പിന്നെ അടുത്തൊരു ചാപ്റ്റർ ഭയങ്കര വലിയ ചാപ്റ്റർ, അത് എങ്ങനെ എടുത്ത് തീർക്കുമെന്ന് ഓർത്തിട്ടാണോ സമാധാനം ഇല്ല. അല്ലാത്തൊരു ചാപ്റ്റർ അത് തീരണ വരെ നമ്മുടെ ക്ലാസ് തീരണ വരെ അത് എടുക്കാനുണ്ടാവും വിചാരിക്കുക. അതൊന്ന് തുടങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് വേഗത്തിൽ പോകുന്നത്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആരും എടുത്തില്ലല്ലോ. ഇല്ല, ഒരു പേഷ്യന്റ് എങ്ങനെ സംതൃപ്തരാകുന്നു എന്നതാണ് എന്ത് വരെ അത് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ വിചാരിക്കും പേഷ്യന്റ് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ നല്ല ട്രീറ്റ്മെന്റ് കൊടുത്താൽ പോരെ, അത്രയല്ല, ഒരുപാട് കാര്യങ്ങൾ അതിൽ പഠിക്കാനുണ്ട്. ഏറ്റവും വലിയൊരു ചാപ്റ്റർ അതാ. ഇൻവെന്ററി നോക്കി. ഇനി യൂസ് ഇൻ സർജിക്കൽ പ്രൊസീജിയേഴ്സ്. ബ്രീഫ് എന്ന് പറയുള്ളൂ, ബ്രീഫ് ചെയ്താൽ നിങ്ങൾക്ക് ബോറടിക്കാതൊക്കെ. യൂസ് ഇൻ സർജിക്കൽ പ്രൊസീജിയേഴ്സ്. കമ്പ്യൂട്ടേഴ്സ് നമ്മൾ സർജറി പ്രൊസീജിയേഴ്സിന് ഉപയോഗിക്കുന്നുണ്ടോ? ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. കമ്പ്യൂട്ടേഴ്സ് ക്യാൻ പെർഫോം മൾട്ടി ഫേസ് ടാസ്ക് വിത്ത് ആക്യുറസി. കമ്പ്യൂട്ടേഴ്സ് ക്യാൻ പെർഫോം
multi-faced task with accuracy, so that the use of computers in operating rooms can save lives. For completing complicated treatment, surgeons depend on computers. സർജറി പ്രൊസീജിയർ ചെയ്യുന്നതിന് കമ്പ്യൂട്ടേഴ്സ് നല്ല രീതിയിൽ സഹായിക്കുന്നത്. ഒരു മൾട്ടി ഫേസ്ഡ് ടാസ്കുകളാണ് അത് കൈകാര്യം ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആണെങ്കിൽ സർജറിയൊക്കെ നടത്തുന്ന സമയത്ത് സർജൻസിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് എന്താണ്? കമ്പ്യൂട്ടേഴ്സ് ആണ്. അപ്പൊ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ നമുക്ക് എന്താണ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നോക്കി കഴിഞ്ഞിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ സർജറി കുറച്ചുകൂടി എളുപ്പമാക്കാനായിട്ട് ചിലപ്പോൾ അവരെ സഹായിക്കുന്നത് കമ്പ്യൂട്ടേഴ്സ് ആണ്. യെസ്. അപ്പൊ എത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സർജറി ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരാതിരിക്കാനായിട്ട് സർജന്മാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് കമ്പ്യൂട്ടേഴ്സിനെ തന്നെയാണ്. അപ്പൊ എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയർ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് വരാം. സർജന്മാരെ ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവർക്കും ചില സമയത്ത് പതറി പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അങ്ങനെയുള്ള സമയത്ത് ചിലപ്പോൾ ആ ഒരു രോഗിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പല മാർഗങ്ങളും സ്വീകരിക്കേണ്ടി വരും അല്ലെ. അപ്പൊ ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്താണ് പുതിയ എന്തെങ്കിലും മെത്തേഡ്സോ അല്ലെങ്കിൽ അതിനെ മറികടക്കാനുള്ള അതിലെ സൊല്യൂഷൻ ഒക്കെ നോക്കാനായിട്ട് കമ്പ്യൂട്ടേഴ്സ് സർജനെ സഹായിക്കുന്നുണ്ട് കേട്ടോ. ക്ലിയർ? യൂസിങ് സർജിക്കൽ പ്രൊസീജിയേഴ്സിന് നമ്മള് കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. നമ്മള് എന്ത് പഠിച്ചപ്പോഴാണ് നമ്മൾ ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ഒക്കെ പഠിച്ചപ്പോ അതില് എല്ലാ എന്താ പറയാ ഏത് ടൈപ്പ് ഓഫ് OT-യിലാണ് ഇത്തരം സംവിധാനങ്ങൾ ഉള്ളത്? ഏത് ടൈപ്പ് ഓഫ് OT-യിലാണ്? ഇന്റഗ്രേറ്റഡ് OT ആണോ, ഹൈബ്രിഡ് OT ആണോ, മൊഡുലാർ OT ആണോ? അഡ്വാൻസ്ഡ് മെഷീൻസ് ഒക്കെ ഉള്ള OT ഏതാണ്? എല്ലാ സിസ്റ്റംസും ഉള്ള OT ഏതാണ്? പിള്ളേരെ, നിങ്ങൾ 3 ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ പഠിച്ചില്ലേ? അതിലെ എല്ലാ ഫെസിലിറ്റീസും ഉള്ള OT ഏതാണ്? ഹൈബ്രിഡ് OT. OT-യുടെ ചോദിച്ചാൽ ആംബുലൻസിന്റെ പറയും, ആംബുലൻസിന്റെ ചോദിച്ചാൽ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയും, ഓപ്പറേഷൻ തിയേറ്റർ എന്ന് ചോദിച്ചാൽ ലേബർ റൂം പറയും. വേറെ ക്ലാസ്സിൽ ഇതുപോലെ തന്നെയാണ് സത്യം. എനിക്ക് മറ്റേ സോണുകൾ തന്നെ മാറിപ്പോകും. നമ്മുടെ ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ 4 സോൺ ഉണ്ട്, ലേബർ റൂമിൽ 3 സോൺ ഉണ്ട്. എന്നിട്ട് OT-യിൽ ചോദിക്കുന്ന ലേബർ റൂമിലായിരിക്കും ആൻസർ പറയുന്നത്. പരീക്ഷയ്ക്ക് നല്ല ചിരിക്കാം കേട്ടോ ഇങ്ങനെ പഠിച്ചാല്. ഏത് OT-യാണ്? ഹൈബ്രിഡ് OT-യിലാണ് എല്ലാ ഫെസിലിറ്റീസും ഉള്ളത് അല്ലെ? യെസ്. എന്തിനാണ് സർജന് അവർക്ക് ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ പർപ്പസസിന് വേണ്ടിയിട്ട് എന്താണ് അത് കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഓഡിയോ കോള് വീഡിയോ കോളൊക്കെ ചെയ്യുന്ന പർപ്പസ് ഒക്കെ പഠിച്ചു ഓർക്കുന്നുണ്ടോ OT-യില്? ഇവിടെ OT കിട്ടുന്നത് രമ്യമിസ് ആണോ ഞാനാണോ? ഓർമ്മയില്ല, രമ്യമിസ് ആയിരുന്നു. എനിക്ക് ഓർമ്മയില്ല. OT എടുത്തത് ആരാണ് ഇവിടെ? ഞാനാണോ? രമ്യമിസ് ആണ്. നമ്മൾ 5 യൂസ് പറഞ്ഞു കേട്ടോ. 5 യൂസ് ഇവിടെ കിട്ടാൻ ഇതൊക്കെയാണ് കമ്പ്യൂട്ടേഴ്സിന്റെ യൂസുകൾ. മെയിൻറ്റെയിൻ പേഷ്യന്റ് ഇൻഫോർമേഷൻസ്, മോണിറ്റർ പേഷ്യന്റ്, മെഡിക്കൽ റിസർച്ച്, ഇൻവെന്ററി ആൻഡ് യൂസിങ് സർജിക്കൽ പ്രൊസീജിയേഴ്സ്. ഇനി കഴിഞ്ഞോ യൂസസ്? ഇല്ല. എന്താണ് യൂസ് ഓഫ് കമ്പ്യൂട്ടർ ഇൻ ഹോസ്പിറ്റൽ? ഇതൊക്കെയാണ് മെഡിക്കൽ എക്യുപ്മെന്റ് ആൻഡ് ഇമേജിംഗ്. നെക്സ്റ്റ് വരുന്ന യൂസ് എന്താണ്? മെഡിക്കൽ എക്യുപ്മെന്റ് ആൻഡ് ഇമേജിംഗ് ആണ്. Computers are widely used to operate medical machinery that conducts crucial medical tests including ultrasonography, CT scan, MRIs, blood tests, etc. Doctors also utilize computers to display their findings and describe the illness and course of therapy. Computers may be used for 3D modeling and drawing. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? മെഡിക്കൽ എക്യുപ്മെന്റ്സ് രംഗത്ത് അല്ലെങ്കിൽ മെഡിക്കൽ ഇമാജിൻ രംഗത്ത് നമ്മൾ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ ടെസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്? അൾട്രാസോണോഗ്രാഫി. അൾട്രാസോണോഗ്രാഫി എന്താണ്? അൾട്രാസൗണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. CT സ്കാൻസ് അല്ലെങ്കിൽ എല്ലാ മെഡിക്കൽ ഇമാജിൻ പ്രോസസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ ഒരു കമ്പ്യൂട്ടറിലാണ് അല്ലെ? എല്ലാ ടെസ്റ്റുകളും കണ്ടക്ട് ചെയ്യുന്നത്. ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫൈൻഡിങ്സുകളൊക്കെ, അതായത് ഇപ്പൊ നമ്മൾ RIs ഒക്കെ പഠിച്ചില്ല, അതേപോലെ തന്നെ എന്താണ് ആ സിസ്റ്റം ഉപയോഗിച്ച് ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിപ്പോ ഡോക്ടറുടെ ഫൈൻഡിങ്സ് ആ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തതിന് ശേഷം അതിൽ കണ്ടെത്തിയ ഫൈൻഡിങ്സുകളെല്ലാം അല്ലെങ്കിൽ ആ രോഗത്തെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നതും ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടായിരിക്കും ഇത് ചെയ്യുന്നത് അല്ലെ? ഇനി അതേപോലെ തന്നെ നമുക്ക് എന്താണ് ഇത് 3D മോഡലിംഗ് അല്ലെങ്കിൽ
പിക്ചേഴ്സിന്റെ അല്ലെങ്കിൽ മെഡിക്കൽ ഇമാജിന്റെ 3D മോഡലിംഗ് ചെയ്യാനായിട്ട് നമുക്ക് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ മെഡിക്കൽ എക്യുപ്മെന്റ്സും ഇമാജിൻസും കൈകാര്യം ചെയ്യുന്നതും എന്ത് ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മുടെ കമ്പ്യൂട്ടേഴ്സ് ആണ് അവിടെയും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. വിവിധ തരത്തിലുള്ള ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നതിനും അതുമായി ബന്ധപ്പെട്ടുള്ള ഫൈൻഡിങ്സുകൾ രേഖപ്പെടുത്തുന്നതിനായിട്ട് ഡിസിഷൻസിനെയൊക്കെ സഹായിക്കുന്നതും കമ്പ്യൂട്ടേഴ്സ് തന്നെയാണ് കേട്ടോ. യെസ്, ക്ലിയർ. Then communication. The use of computers for communication amongst healthcare professionals help the staff make their job easier because they are sometimes quite busy. Healthcare staff can communicate in real-time chat on a computer, share important information. It is preferable to receive text or a post-it notes. കമ്മ്യൂണിക്കേഷൻസിനായിട്ട് നമ്മൾ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അല്ലെ. പ്രത്യേകിച്ച് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജോലികൾ കുറച്ചുകൂടി ഈസി ആക്കുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് അവരുടെ സമയം എന്ന് പറയുന്നത് എപ്പോഴും ബിസി ആയിട്ടുള്ള ഒരു ഷെഡ്യൂളാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. അതിനാൽ തന്നെ ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ, റിയൽ ടൈം കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ടുള്ള, റിയൽ ഇന്ററാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനങ്ങൾ കുറവാണ്. അപ്പൊ അതിനാൽ തന്നെ ചിലപ്പോൾ പല എമർജൻസി സിറ്റുവേഷൻസിൽ അവർ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്നത് ഈ ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടാണ് അല്ലെ. അതായത് ടെക്സ്റ്റിലൂടെയോ അല്ലെങ്കിൽ നോട്ട്സ്, പോസ്റ്റ് നോട്ടിലൂടെയോ നമ്മൾ ടെക്സ്റ്റ് മെസ്സേജസ് ഒക്കെ അയച്ചിട്ടൊക്കെ ആയിരിക്കും അവരുടെ കമ്മ്യൂണിക്കേഷൻസ് അവർ കുറച്ചുകൂടി ഈസി ആക്കുന്നത്. ഇപ്പൊ വേറൊരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അതർ ഡിപ്പാർട്ട്മെന്റിലേക്ക് അവിടെ പോയി പറയാതെ എന്താണ് നമുക്ക് കമ്പ്യൂട്ടർ മുഖാന്തരം എന്തെങ്കിലും മെസ്സേജസുകളോ അല്ലെങ്കിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്താണ് അത് സെൻഡ് ചെയ്താൽ മാത്രം മതിയോ. ഓക്കെ, അത് റിയൽ ടൈം ചാറ്റ് ചെയ്യാനായിട്ടും അവരെ കമ്പ്യൂട്ടേഴ്സ് സഹായിക്കുന്നുണ്ട്. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആശയവിനിമയം നടത്തുന്നതിൽ കമ്പ്യൂട്ടേഴ്സ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ക്ലിയർ. നിങ്ങൾ മനസ്സിലായിട്ടാണ് യെസ് യെസ് അടിച്ചു പോകുന്നത്? അതെ. ഇനി അടുത്തൊരു യൂസും കൂടി നമുക്ക് പറഞ്ഞിട്ട് നിർത്താം. വായിക്കുമ്പോ കിട്ടും എളുപ്പമല്ലേ. ഇനി അടുത്ത യൂസ് എന്താണ് കമ്പ്യൂട്ടറിന്റെ? ടെലിമെഡിസിൻ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് അല്ലെ. ടെലിമെഡിസിൻ, the act of treating patients remotely while neither the patient nor the practitioner is presently physically is considered to be telemedicine. Doctors may now connect with the patients and other medical persons thanks to computers and cell phones during natural calamities, and telemedicine is crucial as well. Okay. Telemedicine സംവിധാനം എന്താണ്? ടെലിമെഡിസിൻസ് റിമോട്ട് ഏരിയാസിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ. ടെലിമെഡിസിൻ സംവിധാനങ്ങൾ ആണോ? ഇവിടെ രോഗിയും പേഷ്യന്റും നേരിട്ടാണ് ഇന്ററാക്ട് ചെയ്യുന്നത്, ഡയറക്റ്റ് ആണ് ഇന്ററാക്ട് ചെയ്യുന്നത്. ഇവിടെ ഫിസിക്കൽ പ്രസൻസ് ഇവിടെ രണ്ടുപേരുടെയും ഇല്ല അല്ലെ. ഇതെല്ലാം തന്നെ എന്താണ് സിസ്റ്റമാണ് കൈകാര്യം. ഓൺലൈൻ ഫെസിലിറ്റീസ് ഉപയോഗിച്ചാണ് നമ്മൾ റിമോട്ട് ഏരിയയായിട്ടുള്ള പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇവരെ കൃത്യമായിട്ട് അവരെ ട്രാക്ക് ചെയ്യാൻ, അവരുടെ കണ്ടീഷൻസിനെ കൃത്യമായിട്ട് എന്താണ് അനലൈസ് ചെയ്യാനൊക്കെ ഈ സിസ്റ്റംസ് സഹായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഡോക്ടേഴ്സിന് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് ഇതുപോലെ, അല്ലെങ്കിൽ ഡോക്ടേഴ്സിന് പേഷ്യൻസിന് ഉപകാരപ്പെടുന്നത് എപ്പോഴൊക്കെയാണ്? ഇവിടെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ദുരന്തങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഡിഫിക്കൽട്ടീസ് ഒക്കെ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു പ്രദേശത്തേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കില്ല അല്ലെ. അപ്പൊ ഈ ഒരു ടെലിമെഡിസിൻ സംവിധാനമാണ് ആ ഒരു സമയത്തൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഒറ്റപ്പെട്ട ഏരിയാസിൽ മാത്രമല്ല, ഇങ്ങനെ ഒറ്റയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേരാൻ പറ്റാത്ത ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ ഒറ്റപ്പെട്ടു പോയ മനുഷ്യരുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്ന തരത്തിലുള്ള ടെലിമെഡിസിൻ സംവിധാനങ്ങളാണ് കേട്ടോ. അപ്പൊ അത് ഉപയോഗിക്കുന്നത് എന്ത് ഉപയോഗിച്ചിട്ടാണ്? നമ്മൾ കമ്പ്യൂട്ടർ അധിഷ്ഠിതമായിട്ടാണ് നമ്മൾ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. കമ്പ്യൂട്ടറിന്റെ മറ്റൊരു യൂസ് ആണ് ടെലിമെഡിസിൻ സംവിധാനങ്ങൾ ഈസി ആക്കുന്നതാണെന്ന് അടുത്തൊരു യൂസ് ആയിട്ട് പറയുന്നത് കേട്ടോ. ഇനി കസ്റ്റമേഴ്സിന് സർവീസസിന് കമ്പ്യൂട്ടേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? കസ്റ്റമർ സർവീസസിന് മിനിറ്റ് പോലെ പിള്ളേരെ ടെലിമെഡിസിൻ മനസ്സിലായോ എല്ലാവർക്കും എന്താണെന്ന്? വ്യക്തമായി പറയുന്നുണ്ടോ? The act of threatening patients remotely while neither the patient nor the practitioner is present physically is considered to be telemedicine.
ഡോക്ടേഴ്സിന്റെ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ഫിസിക്കൽ പ്രസൻസ് ഇല്ലാതെയാണ് നമ്മൾ ത്രൂ ഔട്ട് ഇത് ഓൺലൈനിൽ കൂടിയാണ് ഈ സംവിധാനം നടത്തപ്പെടുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. കസ്റ്റമർ സർവീസസ്. ഹോസ്പിറ്റൽ നൗ യൂസ് ഓട്ടോമാറ്റിക് സിസ്റ്റംസ് ലൈക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI to provide regular customer service to patients such as payments, making demands and complaints. കസ്റ്റമർ സർവീസസ് വേണ്ടി നമ്മൾ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ എല്ലാം കൈകാര്യം ചെയ്യുന്നത് AI ആണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. ഇപ്പൊ ഇത്തരത്തിലുള്ള ഓട്ടോമാറ്റിക് സിസ്റ്റംസ് ആണ് എല്ലാം കൈകാര്യം ചെയ്യുന്നത്. പേഷ്യന്റ് കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പേയ്മെന്റ്സുകൾ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നതിന് അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈൻസോ ഡിമാൻഡ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ നമുക്ക് എന്താണ് ഒരു കമ്പ്യൂട്ടർ മുഖാന്തരം ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതിനാൽ തന്നെ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സർവീസസ് അവർക്ക് ലഭിക്കാനായിട്ടും കമ്പ്യൂട്ടേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓൺലൈൻ പേയ്മെന്റ് ഒന്നും പറഞ്ഞേക്കാം. Online payment. Hospital now make use of online payment portals to help patients to pay their hospital bills online. This increases the chance of orders and task is performed in less time. നമ്മളിപ്പോ ഓൺലൈൻ പേ ചെയ്യുന്നതെല്ലാം എന്താണ് സിസ്റ്റം ഓൺലൈൻ മുഖാന്തരമാണ് അല്ലെ ചെയ്യുന്നത്. പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഹോസ്പിറ്റൽ ബിൽസ് നമുക്ക് ഓൺലൈനിൽ പേ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ അത് പല രീതിയിലുള്ള മിസ്റ്റേക്സുകൾ കുറയ്ക്കാൻ ഡിഗ്രീസ് ചെയ്യാനായിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ബില്ലുകൾ പേ ചെയ്യാനായിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ലെസ് ടൈം മതിയാവും. 10 യൂസസ് ആയാന്ന് നോക്കി, 10 യൂസ് ആയാൽ നോക്കി. ഓൺലൈൻ പേയ്മെന്റ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 യൂസസ് ആണ് പഠിച്ചത്. എളുപ്പമല്ലേ? 10 യൂസസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ ഹോസ്പിറ്റൽ. ഇതിലെ ക്വസ്റ്റ്യൻ മറ്റേ എങ്ങനെയായിരിക്കും അറിയോ? അതൊക്കെ യൂസസ് ആണ് ചോദിച്ചിട്ട് ഏതെങ്കിലും ഒരു 3 യൂസ് കൊടുത്തിട്ട് ലാസ്റ്റ് ഒരു ഓപ്ഷൻ ഉണ്ടാവും ഓൾ ഓഫ് ദ എബോവ്. സിമ്പിൾ കാര്യം. അങ്ങനെയാണ് ഇതുവരെ ചോദിക്കാറ്. ഇനി മുതൽ അങ്ങനെ ചോദിക്കുമെന്ന് വിചാരിക്കണ്ട കേട്ടോ. അപ്പൊ ഹെഡ്ലൈൻസ് നല്ലോണം പഠിക്കാം. ഹെഡ്ലൈൻസ് നല്ലോണം പഠിക്കാം. ഓക്കെ, ഇനി ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജറിനെ കുറിച്ചിട്ടും അദ്ദേഹത്തിന്റെ കുറച്ച് റെസ്പോൺസിബിലിറ്റീസും ഡ്യൂട്ടീസും മാത്രമേ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് നാളെ തന്നെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ തുടങ്ങാം. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. Thank you.